അതിൽ ചവിട്ടി ചവിട്ടി പോവുക. ഇപ്പം ചവിട്ടി 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 മുഖം പോലും കാണാത്ത ഒരു സ്ഥിതിയിൽ അതാക്കി. ഇവിടെ ഇവിടെ പോയി സ്ഥലത്തായിരുന്നു. ഈ മീഡിയ ആദ്യം ചെയ്തിരുന്നത് ഇവര് പാടെ അവഗണിക്കുക എന്നുള്ളതായിരുന്നു, പുച്ഛിക്കുക, ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന രീതിയിൽ വയ്ക്കുകയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഈ പല പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളും നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ സമരം ഇത്രയും വലിയ സമരം നടത്തി ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നെങ്കിൽ ഒരു കോളം വാർത്ത പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഈ ജൻസി സമരം ഈ CJP സമരം അവഗണിക്കാനാവാത്ത ഒരു ശക്തിയായി മാറുകയായിരുന്നു. ആ സമയത്ത് അവർ ചെയ്തത് എന്താണ്, ഇത് ഫണ്ടഡ് സമരമാണ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ MA ബേബി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ റിപ്പബ്ലിക്കിൻ്റെ റിപ്പോർട്ടർ വന്നിട്ട് ഇതിൽ ചൈനയുമായി ബന്ധമുണ്ട് എന്താണ് ചോദിക്കുന്നത്, അദ്ദേഹം ഫോൺ ചെയ്തിട്ട് പോകുകയാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ചൈനയുമായി ബന്ധമുണ്ടായി, അമേരിക്കയെ ബന്ധമുള്ള ഇടക്ക് വെച്ച് ഉപേക്ഷിച്ചു. അങ്ങനെ പലതരത്തിലുള്ള ഫണ്ടഡ് ആണെന്ന് പറഞ്ഞ് തകർക്കാനായിരുന്നു ശ്രമിച്ചിട്ടുണ്ട്. ശരിയാണ്. ഇത് ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ ആഴ്ചകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഡിബേറ്റുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ CJPയുടെ പ്രൊട്ടസ്റ്റിൽ 10 ആളും 500 ക്യാമറാമാനും ഇങ്ങനെ ഈ ഒരു തരത്തിലാണ് വാർത്ത വന്നിരിക്കുന്നത്. പുച്ഛിച്ച് അവിടെ ആരും പോകരുത് എന്നുള്ള രീതിയിൽ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഗ്രാജുവലി ആളുകളത് മനസ്സിലാക്കുന്നു. കാരണം അത് എല്ലാവർക്കും ഏറ്റ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അവർ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർ പോലും ഞെട്ടിപ്പോയിട്ടുണ്ടാവും ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. പക്ഷേ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും ഈ പറഞ്ഞ ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങൾ അത്ര കാണാറും വായിക്കാറൊന്നുമില്ല. പക്ഷേ ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർ ഓരോരുത്തർ സ്പോട്ട് ചെയ്തിട്ട് ഇവൻ ഈ റിപ്പോർട്ട് ചെയ്ത ആളാണ്. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവർ ഹിന്ദു മുസ്ലിം മാത്രം സംസാരിക്കുന്നവരാണ്. അപ്പോൾ ഹിന്ദു മുസ്ലിം മാത്രം സംസാരിക്കുന്നവരെ നമ്മൾ ഇവിടെ ഇനി കയറ്റേണ്ട ആവശ്യമില്ല. കാരണം ഇതിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവർ പറയാൻ പോകുന്നത് എന്താ, ഹിന്ദു മുസ്ലിം ഇതെന്ന് മാത്രം പറയാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഈ മൂവ്മെന്റിന്റെ ഒരു വിജയമാണ്. കാരണം അവരെയൊക്കെ ഒഴിവാക്കി നിർത്തി അവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഒന്നും നടക്കാൻ പോകുന്നില്ല, അവർ ഫണ്ടിങ് ഇവിടെ ഫണ്ടിങ്. ഞാനും കണ്ടു, മറ്റേ MA ബേബി ഇവിടെ വരുന്നു, പിന്നെ ചൈനീസ് എംബസിയിൽ എന്തോ പങ്കെടുത്ത ഒരു ചെറിയൊരു ഫോട്ടോ എടുത്തുകൊണ്ട് റിപ്പബ്ലിക് ഇവരും അവരും തമ്മിലുള്ള കണക്ഷൻ. എന്നിട്ട് അവർ പിറ്റേ ദിവസം അവരത് മുക്കി, അവരത് റിമൂവ് ചെയ്തു തോന്നുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ മാധ്യമങ്ങളും ഒരു അൺനെസസറി ആയിട്ടുള്ള കണക്ഷൻസ് ഒക്കെ തന്ന് ഒരു വാർത്തകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതി. ഏതായാലും ഈ ഗോദി മീഡിയ എന്ന് പറഞ്ഞ ഈ കയ്യേറ്റത്തിന് ഇരയാവുന്നത് മുഴുവനും ഈ ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർമാരാണ്. യഥാർത്ഥത്തിൽ മാനേജ്മെന്റ് തലത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ തരത്തിൽ എഡിറ്റോറിയൽ പോളിസികളൊക്കെ തീരുമാനിക്കുന്നത് മോൾത്തട്ടിലാണ്. പക്ഷേ കയ്യേറ്റത്തിന് ഇരയാവുന്നത് ഈ സാധാരണ ഗ്രൗണ്ടിൽ വരുന്ന റിപ്പോർട്ടറാണ്. ഈ റിപ്പോർട്ടർമാരെ കയ്യേറ്റം ചെയ്യുന്നതിനെ നമ്മൾ ഒരു കാരണവശാലും അനുകൂലിക്കില്ല. ആരായാലും അത് കയ്യേറ്റം ചെയ്യുന്നത് ഒരിക്കലും അനുവദിക്കാനാവില്ല. ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുതെന്ന് തന്നെയാണ്. പക്ഷേ ഈ വാർത്ത തമസ്കരിക്കുകയും പിന്നീട് വാർത്ത വളച്ചൊടിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു മറുപടി കൂടിയാണ് ഈ CJP സമരത്തിൽ ലഭിച്ചത്. ഹരിമുണ്ടൂറിനൊപ്പം D. ധനസുബോധ്, മീഡിയ 1, ഡൽഹി.